എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം മാർസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രേഷ്. എല്ലാവർക്കും ഇതുപോലെ പൂക്കളൊക്കെ വേണ്ടേ അതോ ചുമ്മാ ചെടി വളർത്തിയിട്ട് അങ്ങനെ നിർത്തി കംപ്ലൈന്റ് പറഞ്ഞാൽ മതിയോ? എന്റെ ഓർക്കിഡിൽ ഫ്ലവർ ആകുന്നില്ല, എനിക്ക് ഫ്ലവർ കിട്ടുന്നില്ല, മേടിച്ചപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു, പിന്നെ ഫ്ലവർ കിട്ടുന്നില്ല, അങ്ങനെ പരാതി പറയണോ? നിങ്ങൾ തന്നെ ആലോചിക്കുക. ആദ്യം പറഞ്ഞ രീതിയിലുള്ള ആൾക്കാരാണെങ്കിൽ വരൂ, എന്റെ കൂടെ കൂടൂ. നിങ്ങൾക്ക് ഒരു പരാതിയും പറയേണ്ടി വരികയില്ല. നമുക്ക് ഇതുപോലെ നിറച്ച് ഫ്ലവർ ആയിരിക്കും നിങ്ങളുടെ പ്ലാന്റിലും. ഞാൻ പറയുന്ന മെത്തേഡുകൾ ഫോളോ ചെയ്താൽ മതി. ഇനിയിപ്പോൾ മഴക്കാലമാണ് വരുന്നത്. അതിന് മുമ്പ് നമുക്ക് മാക്സിമം കെമിക്കൽ അല്ലാതെ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുത്ത് നമ്മുടെ പ്ലാന്റിനെ ആരോഗ്യമാക്കുന്നത് ഞാൻ ഇന്നാളെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് തന്നെ ഞാൻ ഇന്നും പറയുന്നു. ഇപ്പോഴത്തെ മഴ എന്നും പ്രശ്നമാക്കണ്ട. നമുക്ക് വെയിൽ കിട്ടുന്നുണ്ട്. മഴ അടച്ചുള്ള മഴയല്ല, വെയിലും കിട്ടുന്നുണ്ട്. ഇന്ന് ഞാൻ ഒരു നല്ലൊരു ഫെർട്ടിലൈസറായിട്ടാണ് വന്നിരിക്കുന്നത്. ആവശ്യക്കാർക്ക് അത് കണ്ട് ഫോളോ ചെയ്യാം. അത് കൊടുത്തിട്ട് ഉപയോഗം ഉണ്ട്, ഉപകാരപ്പെട്ടു എന്നുള്ളവർ ഒന്ന് കമന്റോട് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വളം കാണാൻ പോവാം. ഇന്നത്തെ വളം ഈ കിടക്കുന്നതാണ്. അപ്പുറത്തെ ബക്കറ്റിൽ ഇരിക്കുന്നതല്ല കേട്ടോ, അത് വെറുതെ കഞ്ഞിവെള്ളമാണ്. ഈ ഇരിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വളം, അതായത് ഫെർട്ടിലൈസർ. ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് വേറൊന്നുമല്ല, എല്ലാവരും ഇപ്പൊ വെറുതെ കളയുന്ന നമ്മുടെ ചക്കച്ചുളയാണ്. ചക്കയുടെ ചുള ഞാനൊരു 2 ആഴ്ച ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ചുമ്മാ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഒന്ന് മിക്സിലിട്ട് അടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റ് ആണ് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തില്ല, വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം ചക്ക സമയമാകുമ്പോൾ യൂട്യൂബിൽ മുഴുവൻ ചക്ക വിഭവങ്ങളല്ലേ. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഓർക്കിഡിന് കൊടുത്തുകൂടാ? ഇതിനകത്ത് പൊട്ടാസ്യം കണ്ടന്റും ഫൈബറും ഫോസ്ഫറസ് എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. പോഷകങ്ങൾ എല്ലാം സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഇന്നത്തെ നമ്മൾ കൊടുക്കുന്നത്. ഇനി ഞാൻ ചെയ്തിരിക്കുന്നത് കഞ്ഞിവെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഈ ചക്കച്ചുള നമ്മളെടുത്ത് പാത്രത്തിൽ ഇട്ടിട്ട് കഞ്ഞിയുടെ വെള്ളം ചൂടോടെ ഇതിനകത്തേക്ക് ഒഴിച്ചൊഴിച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു 2 ആഴ്ച വെച്ച വെള്ളമാണ് ഈ വെള്ളം. ഇനി ഇത് നമുക്ക് ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് വേണം നമ്മുടെ പ്ലാന്റിന് കൊടുക്കാൻ. ഫിൽറ്റർ ചെയ്തിട്ട് ഡയലൂട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഫിൽറ്റർ ചെയ്ത് ഡയലൂട്ട് ചെയ്തിട്ടൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോഴും എല്ലാവരും പരാതി പറഞ്ഞൊരു കാര്യമാണ്, എന്റെ പ്ലാന്റിൽ ഫ്ലവർ ഇല്ല. അത് എന്നാന്ന് വെച്ചാൽ മേടിച്ചിട്ട് അതിനെ കെയർ ചെയ്യില്ല. ഞാൻ എപ്പോഴും പറയും, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്കും അറിയാം, അതിന് വേണ്ട ഫുഡ് കൊടുക്കണം. ഫുഡ് അത് മാറി കൊടുക്കണം. ഓർക്കിഡിന് ഒരേ കെമിക്കലാണെങ്കിലും ഓർഗാനിക്കലാണെങ്കിലും ഒരേ ഫെർട്ടിലൈസർ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അതിന് നമ്മൾ നല്ല രീതിയിൽ വളം മാറി കൊടുത്താൽ മാത്രമേ അത് നമുക്കുള്ളൊരു ബെനിഫിറ്റ് തരത്തുള്ളൂ. ഇനിയിപ്പോൾ മഴക്കാലമാണ്, നമ്മുടെ പ്ലാന്റുകളൊക്കെ നല്ല രീതിയിൽ ഫ്ലവർ തരേണ്ട ഒരു സമയമാണ്. അപ്പം നമ്മൾ ഇപ്പോഴേ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പിക്കുക. ഇപ്പൊ നമ്മൾ ഒരു കൃഷി ചെയ്യണമെങ്കിൽ കണ്ടം നിലം ഒരുക്കുകയില്ലേ, ആദ്യമേ അതിനകത്ത് കളവറച്ച് കളഞ്ഞു, ട്രാക്ടർ അടിച്ചു, ട്രാക്ടർ ഉഴുതു ഒക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക, റിപ്പോർട്ട് ചെയ്യേണ്ടത് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കുറെ ഇനി ശ്രദ്ധിക്കണം നമ്മൾ മഴക്കാലത്ത്. പക്ഷേ മഴക്കാലം ആകുന്നതിന് മുമ്പ് നമുക്ക് മാക്സിമം ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുത്തിട്ട് പ്ലാന്റിനെ ഹെൽത്തി ആക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ളൊരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ചെടി കൊണ്ട് വെച്ചതിന് ശേഷം അത് ഫ്ലവർ ആകുന്നില്ല എന്നുള്ള പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ ഈ ഫെർട്ടിലൈസർ ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ സ്പെയറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1, അതായത് 1 ലിറ്റർ ഫെർട്ടിലൈസറിന് 1 ലിറ്റർ വെള്ളം. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ 16 ലിറ്റർ സ്പെയർ ആണ്. അതിനകത്ത് 8 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 8 ലിറ്റർ ഫെർട്ടിലൈസർ ഒഴിച്ചിട്ടുണ്ട്. അതായത് പഴുത്ത ചക്കച്ചുള കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ച് 2 ആഴ്ച വെച്ചതാണ് നമ്മുടെ ഇന്നത്തെ ഫെർട്ടിലൈസർ. അത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ. അതാണ് ഇന്ന് നമ്മൾ നമ്മുടെ പ്ലാന്റിന് കൊടുക്കുന്നത്. അപ്പൊ ഈ ചക്കക്കാലം ആയിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ മിക്കവാറും പാചക ചാനൽ ചെയ്യുന്നവര് അവർ ചക്കയുടെ പല വിഭവങ്ങളാണ് കാണിക്കുന്നത്. അതേപോലെ പോഷകങ്ങളാണ്, ഒരു രാസവളങ്ങളൊന്നും കൊടുക്കാതെ നല്ല രീതിയിൽ നമ്മുടെ പറമ്പിലുണ്ടാകുന്ന ചക്കയാണ്. അത് കുറച്ചൊക്കെ ആയി കഴിയുമ്പോൾ എല്ലാവർക്കും മടുക്കും, പിന്നെ അത് പ്ലാവിന്റെ ചോട്ടിലൊക്കെ വീണ് പോകും. ഇപ്പൊ പക്ഷെ അങ്ങനെ കാണുന്നില്ല, തമിഴന്മാരൊന്ന് കൊണ്ടുപോവാണ്. ആ ചക്കയുടെ ചുളയാണ് നമ്മുടെ ഇന്നത്തെ ഫെർട്ടിലൈസർ. അത് അത്രയും ഗുണമുള്ളതാണ്. അപ്പൊ ഇത് നിങ്ങളൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക. ഇനി നമ്മുടെ പ്ലാന്റിന് അത് നന്നായിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ ഈ സ്പ്രെയർ ഒരു 16 ലിറ്ററിന്റെയാണ് കേട്ടോ. ഇലക്ട്രിക്കലാണ്. നമ്മൾ ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ട്രെയിനും ഇല്ല. ചാർജ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ചാർജ് ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ ചുമ്മാ നമ്മളിങ്ങനെ ഓൺ ആക്കിയിട്ട് നമ്മുടെ പ്ലാന്റിലോട്ട് പിടിച്ചു കൊടുത്താൽ മതി. മറ്റേ നമ്മുടെ സ്പ്രെയർ ഒക്കെ പെട്ടെന്ന് പോകും. ഇത് വലിയൊരു കംപ്ലൈന്റ് ഇല്ല ഇതുവരെ. അഥവാ എന്തെങ്കിലും പ്രോബ്ലം വന്നാലും നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും.
മറ്റേ നമ്മൾ കൈകൊണ്ട് പമ്പ് ചെയ്ത് നമ്മൾ മടക്കും. ഞാനൊരു 5-6 സ്പ്രെയർ വാങ്ങിച്ചതിന് ശേഷമാണ് പിന്നെ ഇതിലേക്ക് വന്നത്. ഇതിപ്പോ 5000 രൂപയും കണ്ടാണ് എന്റെ പ്രൈസ് കേട്ടോ, ഈ നമ്മുടെ ഈ പമ്പിന്റെ. അപ്പം ഈ രീതിയിൽ നമ്മൾ നല്ല പോലെ നമ്മുടെ പ്ലാന്റിലേക്ക് ഇത് നല്ല സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇന്നും നമ്മൾ വെള്ളം നനയ്ക്കണമെന്നില്ല കേട്ടോ. ഈ സ്പ്രേ ഫെർട്ടിലൈസർ കൊടുക്കുന്നതിന് മുമ്പ് പ്ലാന്റ് നനയ്ക്കേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് അങ്ങ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് വെള്ളം കൂടെ ആയിട്ടുണ്ടല്ലോ. പിന്നെ അതിന്റെ ഒരു മെച്ചം എന്നാന്ന് വെച്ചാല് കുറച്ച് ഫെർട്ടിലൈസർ അതിൽ കുറച്ച് അതിന്റെ പോട്ടമിക്സ് ഒക്കെ ഒന്ന് കുടിച്ച് ഇരുന്നോളും. അപ്പം കുറച്ചുകൂടി എഫക്റ്റ് കിട്ടും നമുക്ക്. ഈ ഫെർട്ടിലൈസർ കൊടുത്തതിന്റെ ഒരു ഗുണം കിട്ടും കുറച്ചുകൂടെ. അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇന്നും ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഓർഗാനിക് ഫെർട്ടിലൈസർ ഈ സമയത്ത് കൊടുക്കുക. മഴ അടച്ചു വരുന്നുണ്ട്, കാലവർഷം വരുന്നതിന് മുമ്പ് മാക്സിമം കൊടുത്ത പ്ലാന്റിനെ ആരോഗ്യമാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത സെക്ഷൻ കെമിക്കൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, ഓർഗാനിക് കൊടുക്കാൻ പറ്റില്ല. അതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പം ഇന്നത്തെ ഈ വീഡിയോയും നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് അങ്ങനെ തന്നെയല്ലേ, അത് നിങ്ങൾ പറഞ്ഞാലേ ഞാൻ അറിയുള്ളൂ കേട്ടോ. ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നെന്ന് തോന്നിയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാകുക. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കമന്റിൽ കൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീണ്ടും മറ്റൊരു ഗുണകരമായ വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർണ്ണമാക്കുകയാണ്. എപ്പോഴും പറയുന്ന പോലെ ഞാൻ കുറച്ച് ഫ്ലവറിന്റെ പിക്കും നമുക്ക് ഇതിന്റെ ലാസ്റ്റ് കൊടുക്കാം.